അലമീനിലേക്ക്. അലമീൻ, ഇപ്പോൾ പൗരത്വ നിയമത്തിലേക്ക് ആ രീതിയിലേക്ക് ചർച്ചകൾ തെരഞ്ഞെടുപ്പിന്റെ പോകുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്നലെയും രൂക്ഷമായ വാക്പോര് നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണോ ഇത്തവണ പ്രധാന പ്രചാരണ വിഷയമാകുന്നത്? ഒപ്പം ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്നാണ് UDF നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈ ഘട്ടത്തിൽ മുന്നണികൾ പ്രധാനമായും UDF-ഉം LDF-ഉം പ്രചരണത്തിൽ ഫോക്കസ് ചെയ്യുക പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ, അവരുടെ പിന്തുണ അത് വളരെ പ്രധാനമാണ് വിജയിച്ചു വരുന്നതിന്. കഴിഞ്ഞ തവണ UDF-ന് 19 സീറ്റിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുന്നതിന് കാരണമായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തന്നെയായിരുന്നു. ആ വോട്ടുകൾ പിടിച്ചു നിർത്തുന്നതിന് ഇത്തവണ UDF കാര്യമായി തന്നെ ശ്രമിക്കുന്നു. അതേസമയം ആ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കുന്നതിന് ഇടതുപക്ഷവും തന്ത്രങ്ങൾ മെനയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ്. ഈ വിഷയത്തിലെടുത്ത നിലപാടുകളിലെ ആത്മാർത്ഥത അതാർക്കാണ് കൂടുതൽ, LDF-നാണോ UDF-നാണോ എന്നുള്ളതുള്ള വാദപ്രതിവാദം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടതു നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് ഒരു നിലപാടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നൊരു സമീപനം അവർ സ്വീകരിക്കുന്നുവെന്ന് കോൺഗ്രസിനെതിരെ UDF-നെതിരെ ഈ വിഷയം LDF ആയുധമാക്കുന്നു. അതേസമയം എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാർ നിയമം നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടൊരു പിന്തുണ ഉറപ്പിക്കാനും ശ്രമിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നിയമം നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇടതു നിലപാടിലെ കാപട്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF വോട്ട് ചോദിക്കുന്നത്. ഈ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്നൊരു ചോദ്യം അവർ മറുഭാഗത്തേക്ക് എറിയുന്നു. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പ്രചരണം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും മറ്റു വിഷയങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ ഏതു വിഷയം മാറി മറിഞ്ഞു വന്നാലും ഈ പ്രചരണ കാലയളവിലെ പ്രധാന കേന്ദ്ര ബിന്ദുവായി നിൽക്കുക പൗരത്വ പ്രക്ഷോഭം, അതുമായി ബന്ധപ്പെട്ട നിലപാടുകളും നടപടികളുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിനെതിരെ UDF-നും BJP-ക്കും ഒരുപിടി ആയുധങ്ങളുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം, സാമ്പത്തിക പ്രതിസന്ധി, ഒപ്പം ശമ്പളം മുടങ്ങിയൊരു സാഹചര്യം, പെൻഷൻ മുടങ്ങിയൊരു സാഹചര്യം, സിദ്ധാർത്ഥിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് SFI-ക്കെതിരെ ഉയർന്ന ആരോപണം. അങ്ങനെ ഇടതുപക്ഷത്തെയും CPM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാനാകുന്ന ഒരു പറ്റം ആരോപണങ്ങൾ, ആയുധങ്ങൾ പ്രതിപക്ഷത്തിന്റെയും BJP-യുടെയും ആവനാഴിയിലുണ്ടായിരുന്നു. അതെടുത്ത് പ്രയോഗിക്കുന്നതിന് തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുമ്പോഴാണ് സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു ആയുധം എന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ CAA-യിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതും ആ ഒരു വിഷയമെന്നും സ്വാഭാവികമായും സർക്കാർ വിരുദ്ധ നിലപാടുകളെ പൗരത്വ പ്രക്ഷോഭത്തിലെ നിലപാടുയർത്തി പ്രതിരോധിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം തന്ത്രങ്ങൾ മെനയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാലും സ്വാഭാവികമായും പ്രതിപക്ഷം ഈ പൗരത്വ പ്രക്ഷോഭങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും സർക്കാരിനെതിരായിട്ടുള്ള ആയുധവും അവർ ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ആരോപണങ്ങളെ, അത്തരം ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുന്നതിന് എന്തു തന്ത്രം ഇടത് ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF-നെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച്, BJP-യെ സംബന്ധിച്ച് വളരെ നിർണായകമായ പോരാട്ടമാണ്. UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ നേടിയ 19 സീറ്റ്, ആ ഉജ്ജ്വല വിജയം ഇപ്പോഴും ആവർത്തിക്കണം. അതിന്റെ തനിയാവർത്തനം തന്നെയാണ് UDF ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ സീറ്റ് കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതും അവർ ലക്ഷ്യം വെക്കുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായ നാണക്കേട്, അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നു. BJP സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും എന്ത് തന്ത്രം പയറ്റിയും ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക. അങ്ങനെ മൂന്ന് മുന്നണികളും അഭിമാന പോരാട്ടമായി കാണുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ കാടിളക്കിയുള്ള പ്രചരണത്തിലേക്ക്, താരപ്രചാരകരെ രംഗത്തിറക്കി മണ്ണ് തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന്, പരമാവധി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുള്ള പ്രചരണ രീതി തന്നെയായിരിക്കും കേരളത്തിലും മുന്നണികൾ ആവിഷ്കരിക്കുക. വിനിത, 20-20 എന്നതാണ് UDF-ന്റെ ലക്ഷ്യം. ഒന്നിൽ നിന്ന് എത്ര സീറ്റ് ഉയർത്തിയാലും LDF-നെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടം തന്നെയാണ്. NDA-യെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റെങ്കിലും നേടുക എന്ന പ്രസ്റ്റീജ് ഇഷ്യൂവുമുണ്ട്.